കുട്ടികൾ വലിയതായപ്പോൾ ഓളാദ്യം എന്നെ ഏറ്റിക്കൊണ്ടിറക്കി. അപ്പൊ കുട്ടികളൊക്കെ വലിയതായപ്പോൾ കുട്ടികളാണ് ഓളെ തലയിൽ ഇന്നെ പിടിച്ചെടുത്താണ് ഓള് താഴത്ത് കറക്കിച്ചു. അപ്പൊ പണച്ചോനെ സൂക്ഷിക്കുന്ന അവസ്ഥയാണ് നിനക്കുള്ളത് എങ്കിൽ നിന്റെ വീട്ടിലും നിനക്ക് അപകടമായിരിക്കും. മഹല്ലിൽ അപകടമായിരിക്കും, ജമാഅത്തിന് പോലെ പള്ളിയിൽ അപകടമായിരിക്കും. ഇന്ത്യ അങ്ങനെ തന്നെയല്ലേ? വേറെ പള്ളി അപകടമായിരിക്കും, എല്ലായിടത്തും അപകടമായിരിക്കും. താങ്കളുടെ കഴുതൊക്കെ ഒരു വാസനയാണ്, അടുത്തൊക്കെ വരുന്നത്. ആരാ അത് പറഞ്ഞത്? അബ്ദുല്ലാഹിബ്നു ഉബൈ ഇബ്നു സലൂൽ. അയാൾ ആരാ? പക്ക മുനാഫിഖ്. അയാൾ ആരാ? മദീന പള്ളിയിൽ ജമാഅത്തിന് വരുന്ന ആള്. ഉള്ളിൻ്റെ ഉള്ളിൽ അവഗണന. ഇന്നലെ ഹിമാരി കരിയാൻ, താങ്കളുടെ കഴുതൊക്കെ ഒരു വൃത്തികെട്ട വാസനയാണ്. അടുത്തേക്ക് വരില്ലേ? മനസ്സിലായോ? ചിന്തിക്ക്. ആര്? സയ്യിദുനാ മൂസ ദർബാറിലേക്ക് കയറി ചെന്നപ്പോൾ ഫറോ റാംസസ് രണ്ടാമൻ പറഞ്ഞ വാക്കാണത്. എൻ്റെ കൊട്ടാരത്തിൽ വന്ന് വർത്തമാനം പറയാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു? ഇവന് ഇവനും ഇവൻ്റെ ആളുകളും നമ്മുടെ അടിമകളാണ്. ഇവൻ എൻ്റെ കൊട്ടാരത്തിൽ വന്ന് വലിയ വർത്തമാനം പറയേ. ഇവൻ ആരാ? ഇവൻ്റെയും ഇവൻ്റെ ഏട്ടൻ്റെയും കുടുംബം മുഴുവനും ഞങ്ങളുടെ അടിമകളാണ്. എന്നിട്ട് ഇവർക്ക് എങ്ങനെ ധൈര്യം വന്നു എൻ്റെ കൊട്ടാരത്തിൽ വന്ന് വലിയ വർത്തമാനം പറയാൻ? ആരെയാ അവഗണിച്ചത്? ഖുർആൻ 136 തവണ പേര് പറഞ്ഞു. സയ്യിദുനാ മൂസ ആദരിച്ച പേര് പറഞ്ഞു ഖുർആൻ. എത്ര തവണ? 136 തവണ ഖുർആൻ ആദരിച്ച് നിയമം പറഞ്ഞ സയ്യിദുനാ മൂസയെ അനാദരിച്ചു. ആര്? السلام عليكم يا عباد الله السلام عليكم يا عباد الله السلام عليكم يا عباد الله السلام عليكم يا عباد الله. സുഖം ദുഃഖം അങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ട്. വിജയം പരാജയം അങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ട്. വിഷമം ബുദ്ധിമുട്ട് സന്തോഷം അങ്ങനെയും രണ്ട് കാര്യങ്ങളുണ്ട്. പ്രയാസം പ്രയാസരഹിതം അങ്ങനെയും രണ്ട് കാര്യങ്ങളുണ്ട്. രാത്രി പകൽ അങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ട്. പരിഗണന അവഗണന, അനാദരം ആദരം, ഇങ്ങനെയൊക്കെ രണ്ട് കാര്യങ്ങളുണ്ട്. സ്വീകാര്യത അവഗണന, രണ്ട് കാര്യങ്ങളുണ്ട്. സന്തോഷം സന്താപം അങ്ങനെയും രണ്ട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം മനുഷ്യനിലൂടെ കടന്നു പോകേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ മനുഷ്യനിലൂടെ കടന്നു പോകേണ്ട കാര്യങ്ങളാണ്. ആരോഗ്യം അനാരോഗ്യം അങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ട്. അത് മനുഷ്യനിലൂടെ കടന്നു പോകണം. നിറവ് നിറവ് കുറവ് രണ്ട് കാര്യങ്ങളുണ്ടല്ലോ. നിറവുമുണ്ട് കുറവുമുണ്ട്. രണ്ട് കാര്യങ്ങളില്ലേ? ആ രണ്ട് കാര്യങ്ങളുണ്ടല്ലോ. നിറവുണ്ട് കുറവുണ്ട്. ഭയം നിർഭയം അങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ടല്ലോ. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, വളരെ തല കൊടുത്ത് ചിന്തിക്കണം. ഇതൊക്കെ മനുഷ്യനിലൂടെ കടന്നു പോകേണ്ട കാര്യങ്ങളാണ്. അതിന് നമ്മൾ ഒരു സ്പേസ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഏതായിരിക്കും തിരഞ്ഞെടുക്കാൻ പറ്റിയ സ്പേസ്? ഏതാ? അതേതാ? കുറവ് നിറവ്, കുറവ് നിറവ്, രണ്ട് സ്പേസ് ഉണ്ട്. രണ്ട് സ്പേസും ഉണ്ട്. അദ്ദുനിയ വൽ ആഖിറ. ആരോഗ്യം അനാരോഗ്യം ആ രണ്ട് സ്പേസ് ഉണ്ടല്ലോ. ദാരിദ്ര്യം സമ്പന്നത ആ രണ്ട് കാര്യങ്ങളുണ്ടല്ലോ. ഭയം നിർഭയത്വം ആ രണ്ട് കാര്യങ്ങളുണ്ടല്ലോ. സന്തോഷം സന്താപം ആ രണ്ട് കാര്യങ്ങളുണ്ടല്ലോ. ആദരം അനാദരം ആ രണ്ട് കാര്യങ്ങളുണ്ടല്ലോ. ഇതൊക്കെ മനുഷ്യനിലൂടെ കടന്നു പോകണം.
കടന്നു പോകേണ്ടെന്ന് വിചാരിക്കരുത്, കടന്നു പോയിരിക്കണം. അത് മനുഷ്യൻ കടന്നു അങ്ങനെ രണ്ട് കാര്യങ്ങൾ ഉണ്ട്. ചിന്തിക്കും, ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണ്. ഒരു ദിവസം എന്നാൽ 24 മണിക്കൂറാണ്. 24 മണിക്കൂർ എന്ന് പറയുമ്പോൾ പകലും രാത്രിയും കടന്നു പോകണമല്ലോ. പകൽ മാത്രം കടന്നു പോകൂല, രാത്രി മാത്രവും കടന്നു പോകൂല. ഇതെല്ലാം കടന്നു പോകണം. നിറവ് കടന്നു പോയാൽ കുറവ് കടന്നു പോകേണ്ടി വരും. സന്തോഷം കടന്നു പോയാൽ സന്താപം കടന്നു പോകേണ്ടി വരും. നേട്ടം കടന്നു പോയാൽ കോട്ടം കടന്നു പോകേണ്ടി വരും. ആദരം കടന്നു പോയാൽ അനാദരം കടന്നു പോകേണ്ടി വരും. അപ്പം അതിന് രണ്ട് സ്പേസും ഉണ്ട്. അദ്ദുനിയ വൽ ആഖിറ. മാ അൻതും തഖ്താറൂന ബിഹാദൈനിൽ അംറൈൻ. ഈ രണ്ട് കാര്യത്തിന് നാം എന്തിനെ എവിടെ തിരഞ്ഞെടുക്കും? ഇവിടെയാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ വിഷയം പറയാണ്. എന്താ നമ്മളെ വിഷയം? അതാദ്യം പറയും. എന്താ നമ്മുടെ വിഷയം? അകപ്പെട്ടവർ ആര്? കടമുള്ളവർ അകപ്പെട്ടവരല്ല, രോഗികൾ അകപ്പെട്ടവരല്ല, ദാരിദ്ര്യമുള്ളവർ അകപ്പെട്ടവരല്ല, ദുഃഖമുള്ളവർ അകപ്പെട്ടവരല്ല, കോട്ടമുള്ളവർ അകപ്പെട്ടവരല്ല. വളരെ ചിന്തിക്കണം. ഇത് രണ്ടാലൊരു സംഗതിക്ക് നമ്മൾ എവിടെ തിരഞ്ഞെടുക്കും? ഇവിടെയാണ് വിഷയം. ഇവിടെയാണ് വിഷയം. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവണില്ലേ? ഒരു സ്ഥലത്ത് ഈ വിരുദ്ധ ഭാവങ്ങളുടെ ഈ സമ്മിശ്രമായ ചേർച്ച കൊണ്ടാണ് മനുഷ്യൻ്റെ ജീവിതത്തിന് ഇത്രയേറെ അർത്ഥം ഉണ്ടാവുന്നത്. വളരെ നമ്മൾ ചിന്തിക്കണം. ലിഖാ എന്നൊരു സംഗതി ഇല്ലെങ്കിൽ സ്വർഗത്തിന് എന്താടാ വില? എന്തുകൊണ്ട്? അവിടെ ദുഃഖമില്ല. ദുഃഖമില്ലാത്തടത്ത് പിന്നെ എന്ത് സുഖമുള്ളത്? സ്വർഗത്തിൻ്റെ സന്തോഷം ലിഖാ മാത്രമാണ്. لماهن نحو الخلد كل مبصر. يا سبحان الله. شيخي ومربي ومرشدي سيدي وسيدي وأبا روحي ومن أخذ روحي ومن أعطيت روحي يده شيخ الإسلام إبراهيم نياز الكولخي إلى حضرته العلية. الفاتحة. الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم أنعمت عليهم غير المغضوب عليهم الضالين. الله حبيب رسول الله الله إبراهيم نياز الكولخي المشايخ എത്തിച്ചു കൊടുക്കണം يا رب. ولولا التذال في الجنان بنوره لماهن نحو الخلد كل مبصر. ولولا التذال ആനന്ദമെടുക്കലില്ലായിരുന്നുവെങ്കിൽ ഫിൽ ജിനാനി സ്വർഗങ്ങളിൽ ബിനൂരിഹി ഹബീബുർ റഹ്മാനായ മുസ്തഫ നബിയുടെ നൂറ് കൊണ്ട് സുഖമെടുക്കലില്ലായിരുന്നുവെങ്കിൽ ലമാഹന്ന നഹ്വൽ ഖുൽദ് അവിടെ എന്നെന്നും വസിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കുമായിരുന്നില്ല കുല്ലു മുബസ്സരിൻ അകക്കാഴ്ച നൽകപ്പെട്ട ഒരു വ്യക്തിയും. സ്വർഗത്തിലെന്നും പാർക്കണമെന്ന് ഒരാളും അകക്കാഴ്ചയുണ്ടെങ്കിൽ പറയില്ല. ദുഃഖമില്ലാത്തോടത്ത് എന്ത് സുഖമാണ്. പിന്നെ എന്തുകൊണ്ടാണ് സ്വർഗം നമുക്ക് സന്തോഷമായി തീരുന്നത്? മുബസ്സർ ബസീറത്ത് നൽകപ്പെട്ടവൻ.
ജിനാനി ബിന്നൂരിഹി ലമാ ഹന്ന നഹവൽ ഖുൽദി കുല്ലു മുബസ്സരി. ولا تجزني يا ربي فعلي سيئا ولا حسنا بل بالجمال المقدس. الله എന്താ പറഞ്ഞതിന്റെ അർത്ഥം? യാ അല്ലാഹ് എന്താ ഇതിന്റെ അർത്ഥം? ولا تجزني يا ربي فعلي سيئا ولا حسنا بل بالجمال المقدس. ولا تجزني يا ربي എൻ്റെ റബ്ബേ നീ എനിക്ക് പ്രതിഫലം തരരുത്. ഫിഅലിയ എൻ്റെ കർമ്മത്തിന്, സയ്യിഅൻ വലാ ഹസനൻ ചീത്തക്കും നന്മക്കും നീ എനിക്ക് പ്രതിഫലം തരരുത്. ചീത്ത ചെയ്താൽ നീ മാപ്പ് ചെയ്യും. ഞാൻ നന്മ ചെയ്തിട്ടുണ്ടോ അതിന് എനിക്ക് പ്രതിഫലം തരരുത്. എനിക്കെൻ്റെ പ്രതിഫലം ആവശ്യമില്ല. ബൽബിൽ ജമാലിൽ മുഖദ്ദസി പരിശുദ്ധമാക്കപ്പെട്ട ഒരു അഴകുണ്ട്. ആ അഴകിനെ ഞാൻ ബഹുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ മഹത്വം കൊണ്ട് തന്നാൽ മതിയോ? അതാരാ? മുഹമ്മദ്. മുഹമ്മദ് മുഹമ്മദ് ആ ആൾക്ക് വേണ്ടി ആ ആള് സ്വർഗത്തിലുണ്ട് എന്നതുകൊണ്ട് മാത്രമേ ഞാൻ സ്വർഗം കൊതിച്ചിട്ടുള്ളൂ. പിന്നെ എനിക്ക് ആവശ്യമില്ല. അത്രേ വേണ്ടുള്ളൂ. എനിക്ക് ഞാൻ നന്മ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് എനിക്ക് പ്രതിഫലം തരണ്ട. എനിക്കതിൻ്റെ ആവശ്യമില്ല. ولا تجزني ولا تجزني يا ربي فعلي سيئا ولا حسنا بل ولا حسنا بل بالجمال المقدس. ആ പരിശുദ്ധമാക്കപ്പെട്ട അഴകുകൊണ്ട് മാത്രമാണ് എനിക്ക് പ്രതിഫലം തരേണ്ടത്. ആ പരിശുദ്ധമാക്കപ്പെട്ട അഴകുണ്ടല്ലോ, അതാരാണ്? മുഹമ്മദ്. ആ ആളെ മഹത്വപ്പെടുത്തിയതിൻ്റെ പ്രതിഫലം തന്നാൽ മതി. ആ ആളെ കൊണ്ട് തന്നാൽ മതി. അതും കർമ്മത്തിന് വേണ്ട, ഒരിക്കലും വേണ്ട. ആ ആളെ സ്നേഹിച്ചവർക്ക് നീ കൊടുക്കുന്നത് തന്നാൽ മതിയോ? ആ ആളെ കൂട്ടത്തിൽപ്പെട്ടവർക്ക് കൊടുക്കുന്നത് തന്നാൽ മതിയോ? എൻ്റെ നിസ്കാരത്തിനും നോമ്പിനും എനിക്ക് പ്രതിഫലമേ തരരുത്. എനിക്ക് ആവശ്യമില്ല. ആ ആളുടെ അഴക് കൊണ്ട് ആനന്ദമെടുക്കലില്ലായിരുന്നുവെങ്കിൽ സ്വർഗത്തിലേക്ക് അകക്കാഴ്ചയുള്ള ഒരാളും കയറൂല. നമ്മൾ കയറും. നമുക്ക് തിന്നണല്ലോ, നമുക്ക് കുടിക്കണമല്ലോ, നമുക്ക് തേൻ കുടിക്കണ്ടേ, നമുക്ക് പെണ്ണുങ്ങളൊപ്പം തോന്നിയാസം കളിക്കണ്ടേ, അതിനൊക്കെ സ്വർഗത്തിൽ പോകണ്ടേ? അകക്കാഴ്ച ഉള്ള ഒരാളും സ്വർഗത്തിലേക്ക് പോലും നെജ്ജി വിചാരിക്കേണ്ട പടച്ചോനെ. എൻ്റെ സ്വർഗാരിക്കാണ്ട് അവിടെ ഒരാളുണ്ട്, മുഹമ്മദ്. ആ ആൾക്ക് നീ കൊടുത്തതാണ് സ്വർഗം. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? ചിന്തിക്ക്. ഞാൻ പറയാണ്, ദുഃഖമില്ലാത്തോടത്ത് എന്താണ് സുഖം? പിന്നെ നല്ലത് ഇവിടെ തന്നെയാണ്. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന വയലാർ കൊണ്ട് പാട്ട് പാടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒന്നും കൂടി കേരളത്തിൽ ജനിക്കലാണല്ലേ. തല കൊടുത്തിട്ട് ചിട്ടിക്കണം. അല്ലാഹു നമുക്ക് നാഫിഅ ഇൽമിനെ തരട്ടെ. ഉറക്കെ ആമീൻ. ചെറുതായിപ്പോയി. ഉറക്കെ അല്ലാഹു ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം. നമ്മൾ ചിന്തിക്കണം. എന്ത് ദുഃഖം, എന്ത് പ്രയാസം, എന്ത് അവഗണന. അവഗണനയെ നീ തിരഞ്ഞെടുക്കണമല്ലോ. അവഗണനയെ നീ തിരഞ്ഞെടുക്കണ്ടേ? ദശലക്ഷക്കണക്കിന് മനുഷ്യർ ജീവിച്ചിരുന്ന ഒരു കാലത്ത് വളരെ ഭൂരിപക്ഷത്തിൻ്റെ ഭൂരിപക്ഷവും അവഗണിച്ച വ്യക്തിയാണ് മുഹമ്മദ്. ഒരു ന്യൂനപക്ഷമേ പരിഗണിച്ചുള്ളൂ. ആദാം 1.25 ലക്ഷം. ബാക്കിയുള്ളവർ പരിഗണിച്ചില്ല, അവരവഗണിച്ചു. മനസ്സിലായില്ല? ദശലക്ഷക്കണക്കിന് മനുഷ്യർ ജീവിച്ചിരുന്ന ഒരു കാലത്ത് ഈ പുണ്യപൂമാൻ വന്നിട്ട് പരിഗണിച്ചത് വളരെ കുറഞ്ഞ ആളാണ്. ബാക്കിയുള്ള ഭൂരിഭാഗവും ആ വ്യക്തിയെ
അവഗണിച്ചു. അവഗണനയല്ലേ കിട്ടിയത്? ചിന്തിക്ക്, എന്താ നിങ്ങൾ ചിന്തിക്ക്. അപ്പോൾ ഭൂരിഭാഗത്ത് നിന്ന് കിട്ടിയത് അവഗണനയാണ്. വെള്ളമ്മ തല്ല കൂട്ടുക്ക്. നിങ്ങൾ ചിന്തിക്ക്. നമ്മളെ കൂട്ടത്ത് കൂടിയവരെന്നെയും അവഗണിച്ചവരുണ്ടായി. മുനാഫിഖ് മുഹമ്മദ് അടുത്തേക്ക് വരരുത്, ഒരു വാസനയാണ്. താങ്കളുടെ കഴുതൊക്കെ ഒരു വാസനയാണ്, അടുത്തേക്ക് വരരുത്. ആരാ അത് പറഞ്ഞത്? അബ്ദുല്ലാഹിബ്നു ഉബൈ ഇബ്നു സലൂൽ. അയാൾ ആരാ? പക്ക മുനാഫിഖ്. അയാൾ ആരാ? മദീന പള്ളിയിൽ ജമാഅത്തിന് വരുന്ന ആള്. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ അവഗണന. ഇന്നലി ഹിമാരി കരീഹാൻ, താങ്കളുടെ കഴുതക്കൊരു വൃത്തികെട്ട വാസനയാ, അടുത്തേക്ക് വരില്ലേ? മനസ്സിലായോ? ചിന്തിക്ക്. ആരെ അവഗണിക്കാത്തത്? فلولا ألقي عليه أسورة من ذهب أو جاء معه الملائكة مقترنين. فلولا ألقي عليه أسورة من ذهب فلولا ألقي عليه أسورة من ذهب أو جاء معه الملائكة مقترنين. حسبي ربي جل الله സയ്യിദുനാ മൂസ ദർബാറിലേക്ക് കയറി ചെന്നപ്പോൾ ഫറോ റാംസസ് രണ്ടാമൻ പറഞ്ഞ വാക്കാണത്. എൻ്റെ കൊട്ടാരത്തിൽ വന്ന് വർത്തമാനം പറയാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു? ഇവന് വഖൗമുഹും ലനാ അബിദൂൻ, ഇവനും ഇവൻ്റെ ആളുകളും നമ്മുടെ അടിമകളാണ്. ഇവൻ എൻ്റെ കൊട്ടാരത്തിൽ വന്ന് വലിയ വർത്തമാനം പറയേ. ഇവൻ ആരാ? വഖൗമുഹുമ, ഇവൻ്റെയും ഇവൻ്റെ ഏട്ടൻ്റെയും കുടുംബം മുഴുവനും ഞങ്ങളുടെ അടിമകളാണ്. എന്നിട്ട് ഇവർക്ക് എങ്ങനെ ധൈര്യം വന്നു എൻ്റെ കൊട്ടാരത്തിൽ വന്ന് വലിയ വർത്തമാനം പറയാൻ? ഇനി കൊട്ടാരത്തിൽ ദർബാറിൽ കയറി വന്ന് വർത്തമാനം പറയുന്നവർക്ക് ഒരു 4 സ്വർണ്ണപണയെങ്കിലും വേണം. അതുണ്ടോ ഇവന്? ഇവനെന്താ ഇത്ര വലിയ പടച്ചോൻ്റെ ആളാണെങ്കിൽ ഒരു 4 സ്വർണ്ണവളയെങ്കിലും ഇട്ട് വരാഞ്ഞു? എന്തുകൊണ്ട് ഇവന്റെ കയ്യിൽ വളക്കൂട്ടങ്ങളില്ല? മിൻ ദഹബ്, സ്വർണത്തിന്റെ. അല്ലെങ്കിൽ ഇവൻ പടച്ചോന്റെ ആളാണെങ്കിൽ മലക്കുകളെ കൂടെ കൊണ്ട് നടക്കണ്ടേ, ബോഡി ഗാർഡായിട്ട്, ഏഞ്ചൽസ്. അപ്പോൾ ദർബാറിലുള്ളവർ പൊട്ടിച്ചിരിച്ചു. أم أنا خير من هذا الذي هو مهين ولا يكاد يبين فلولا ألقي عليه أسورة من ذهب أو جاء معه الملائكة مقترنين فاستخف قومه فأطاعوه إنهم كانوا قوما فاسقين. أم أنا خير, ഞാനോ യോഗ്യൻ, മിൻ ഹാദല്ലദീ ഹുവ മഹീൻ, ഈ നീചനക്കാൻ ഞാനോ ഇവനോ യോഗ്യൻ? നിങ്ങൾ ആലോചിക്കുക. റാംസിസ് രണ്ടാമൻ സ്വർണത്തിൻ്റെ സിംഹാസനത്തിൽ ഇതിൻ്റെ ദർബാറിലുള്ള കുബേരന്മാരോട് ചോദിച്ചു, അന ഖൈറുൻ, ഞാനോ, അം ഹാദ ഇവനോ, ഹുവ മഹീൻ, നീചൻ. ആരെയാ അവഗണിച്ചത്? ഖുർആൻ 136 തവണ പേര് പറഞ്ഞു. സയ്യിദുനാ മൂസ ആദരിച്ച പേര് പറഞ്ഞു ഖുർആൻ. എത്ര തവണ? 136 തവണ ഖുർആൻ ആദരിച്ച് നാമം പറഞ്ഞ സയ്യിദുനാ മൂസയെ അനാദരിച്ചു. ആര്?
നിന്നെ അവഗണിച്ചാൽ എന്താണ് നിനക്ക് നഷ്ടം? നിന്നെ എല്ലാവരും അവഗണിക്കുക, നിനക്ക് നഷ്ടം? അന്തങ്ങമ്മിയെ അവഗണിക്കില്ലടാ നിനക്ക് വേണ്ട. ഇന്നലെ ഒരു ഉസ്താദ് എൻ്റെ അടുത്ത് വന്നു, പേരൊന്നും പറയില്ല, ഞാൻ അയാളെ വാക്ക് അയാളുടെ പേര് പറഞ്ഞിട്ട് അയാളുടെ എന്നെ കൊണ്ട് മുടങ്ങണ്ട. ഉസ്താദെ ദ്വാർക്കണം, എൻ്റെ കമ്മിറ്റിയൊക്കെ മാറി. അപ്പോൾ കമ്മിറ്റിയൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം എന്നോട് വന്ന് പറഞ്ഞു, ഞങ്ങൾ ആ പഴയ സുന്നിയൊന്നും ഇവിടെ പറയാൻ പറ്റൂല, ഞങ്ങൾ പുതിയ കമ്മിറ്റിക്കാരാണ്, ഞങ്ങൾ ഇവിടെ നിന്ന് ആലോചിച്ചിട്ട് ഉള്ള സുന്നിയൊക്കെ പറഞ്ഞാൽ മതി, ഒരു ആവറേജ് സുന്നി പറഞ്ഞാൽ, നമ്മൾ ആ പണ്ടത്തെ സുന്നിയൊന്നും ഇനി ഇവിടെ പറയാൻ പറ്റൂല. അപ്പം ഞാൻ ആലോചിച്ചു പോയി, കമ്മിറ്റിക്കാരേറ്റ് വഹാബിയായോ? ഇല്ല, നാലിന്ന സുന്നി സംഘടനൻ്റെ ആളുകളാണ് അവർ പറഞ്ഞു. അതിന് പറ്റൂലേ, നിങ്ങൾക്ക് പോകേണ്ടി വരും എന്നർത്ഥം. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അപ്പം മൂല്യർക്ക് പറഞ്ഞു കൊടുക്കണം. ആര് പറഞ്ഞു കൊടുക്കണം? കമ്മിറ്റി. അപ്പം ഈ കൂട്ടത്തിൽ ചില വിഡ്ഢികൾ ഇടക്കിടക്ക് എന്നോട് വന്ന് പറയും, നിങ്ങൾ അങ്ങനെ പറയരുത് ഉസ്താദേ. ഞാൻ ഒന്നും മിണ്ടൂല, ഓൻ പോകാനായിട്ടുണ്ടാവും, അപ്പോഴേ അവൻ അങ്ങനെ പറയുള്ളൂ. പിന്നെ ഒരു ക്ലാസ് 2 ക്ലാസ്സിനും പോയി പിന്നെ അവനെ കാണാതെയോ. ഓൻ പറഞ്ഞതിനനുസരിച്ച് ഞാൻ പറയുകയാണെങ്കിൽ പിന്നെ എന്തിനാ പറ്റുക? ഞങ്ങൾക്ക് നാട്ടിൽ കൂടി നടക്കേണ്ടതാണ്, നിങ്ങൾ അങ്ങനെയൊന്നും പറയരുത് ഉസ്താദേ. ആയിക്കോട്ടെ, ഇത് ബുദ്ധിമുട്ടണ്ട, അങ്ങനെ അടങ്ങാറായി നാട്ടിൽ കൂടി നടക്കും വേണ്ട, ഇത് സുഖത്തിൽ നടന്നു. ഇജി പറയുന്ന അനുസരിച്ച് ഞാൻ പറയുകയാണെങ്കിൽ പിന്നെ ഇജ്ജല്ലേ ഉസ്താദ്, ഞങ്ങൾക്ക് നാട്ടിൽ കൂടി ഇറങ്ങി നടക്കേണ്ടതാണ്. ആയിക്കോട്ടെ, ഇജ്ജ് നല്ല ആൾക്ക് ഇറങ്ങി നടന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടാ ആരെയാണടാ അവിടെ അവഗണിച്ചത്? ഖുർആൻ 136 തവണ പേര് പറഞ്ഞ ആളെ അവഗണിച്ചു. ആ ആളെ ഇവിടെ അവഗണിക്കണം, അയാൾക്കുള്ളതാണ് എന്ത്? സലാമുൻ അലൈക്കും ത്വയ്ബത്തും ഫദ്ഖുലുഹാ ഖാലിദീൻ. അവിടെ ആദരിക്കാൻ ഒരു കൂട്ടർ നിൽക്കലുണ്ട്. വഖാല ലഹും ഖസനതുഹാ, ഖാസിങ്ങൾ പറയും സലാമുൻ അലൈക്കും, ഇങ്ങോട്ട് സലാം പറയും, ആദരവാ. ഇവരെ അങ്ങോട്ട് ചെല്ലും, മലക്കുകൾ അവിടെ നിൽക്കും. സത്യത്തിൽ ചെല്ലുന്നവരല്ലേ, അങ്ങോട്ട് പോകുന്നവരല്ലേ സലാം പറയേണ്ടത്? അവിടെ നിൽക്കുന്നവരാണോ സലാം പറയേണ്ടത്? അല്ല, മലക്കുകൾ അവിടെ നിൽക്കുക. ഖസനത്തുൽ ജന്ന, സ്വർഗത്തിന്റെ ഖസനത്താണ്, സ്വർഗത്തിന്റെ കാവൽക്കാരാ, അവരവിടെ നിൽക്കുക. ഇവരോ ഹത്താ ഇദാ ജാഊഹാ, ഇവർ അങ്ങോട്ട് ചെല്ലുക. അല്ലേ പറയും കുട്ടികളെ, പറയും അല്ലേ? മനസ്സിലായില്ല? ഇവരെ അങ്ങോട്ട് ചെല്ലുക. ഫുതിഹത്ത് അബ്വാബുഹാ, സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടും. വഖാല ലഹും ഖസനതുഹാ, അപ്പോൾ അവിടെ നിൽക്കുന്ന ഖസനത്ത് പറയും, എന്തു പറയും? സലാമുൻ അലൈക്കും, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടാട്ടെ. ഇങ്ങോട്ട് പറയും. ഇവര് അങ്ങോട്ടല്ല, അവരിങ്ങോട്ട്. എന്തേ? അവർക്ക് പൂതി. എന്ത് പൂതി? ഇവർക്കൊരു സലാം പറയാനുള്ള പൂതി. പ്രോട്ടോകോൾ തെറ്റിച്ചു. അങ്ങോട്ട് ചെല്ലുന്നവരല്ലേ സലാം പറയണ്ടേ, അവിടെ നിൽക്കുന്നവർക്ക്. പക്ഷേ ഖുർആനിൽ അവിടെ പ്രോട്ടോകോൾ ലംഘിച്ചിട്ടുണ്ട്. وسيق الذين اتقوا ربهم إلى الجنة زمرا. നേരത്തെ ഓതി അം അന ഖൈറൂൻ എന്നത് സുഖ്റുഫിൽ നിന്നാണ് ഓതിയത്. സുഖ്റുഫിൻ്റെ 53-ാമത്തെ ആയത്ത്, അതായത് സുമർ. وسيق الذين اتقوا ربهم إلى الجنة زمرا حتى إذا جاءوها وفتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين. اللهم اجعلنا من هؤلاء الجائين، من هؤلاء الجائين. اللهم اجعلنا من هؤلاء الجائين الذين جاءوا ذكرت عنهم في كلامك الكريم حتى إذا جاءوها. اللهم اجعلنا من هؤلاء الجائين، اللهم اجعلنا من هؤلاء الجائين، اللهم اجعلنا من هؤلاء الجائين.
اللهم اجعلنا من أولئك الجائين يا ذا الجلال والإكرام يا ذا الجلال والإكرام يا ذا الجلال والإكرام آمين برحمتك يا أرحم الراحمين. എത്ര മോനെ? سيق الذين اتقوا ربهم إلى الجنة زمرا حتى إذا جاءوها وفتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين. وسيق الذين اتقوا ربهم ربنا മാത്രം സൂക്ഷിച്ച് ജീവിച്ചവർ. അവർ സൂക്ഷിച്ചത് നാട്ടിലെ മലയാളിനെ അല്ല, അവർ സൂക്ഷിച്ചത് രാഷ്ട്രീയ നേതാവിനെ അല്ല, സൂക്ഷിച്ചത് മന്ത്രിയല്ല, അവർ സൂക്ഷിച്ചത് പള്ളി പ്രസിഡന്റിനെ അല്ല, സൂക്ഷിച്ചത് പള്ളി സെക്രട്ടറിനെ അല്ല. സെക്രട്ടറി സൂക്ഷിച്ചാൽ വാതിൽ കെട്ടിലിട്ടും, പള്ളിനെ സെക്രട്ടറിയെ സൂക്ഷിച്ചാൽ അവിടുന്ന് 10, 20, 25 കൊല്ലം ആ മേലിൽ നിൽക്കാൻ കഴിയും. മൂല്യർക്ക് എനിക്കൊരു പുര ഉണ്ടാക്കേണ്ടിയിരുന്നു എന്ന് പറഞ്ഞാൽ മതിയോ, ബാക്കിയൊക്കെ ഒരു ചെയ്തു കൊടുക്കും. ഒരു പുര ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നാട്ടുകാരെ വിളിക്കണിൻ്റെ ചോറും കൂട്ടാനും ഇറച്ചിയും അതൊക്കെ മൂല്യർക്ക് തിന്നാൽ മതിയോ, അതൊക്കെ നടത്തി തരും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? അവരുദ്ദേശിക്കണത് പറയേണ്ടി വരും. ഓലെ സുന്നി പറയേണ്ടി വരും, ഓലെ ദീൻ പറയേണ്ടി വരും. അങ്ങനെയോ? അങ്ങനെയാണ് കണക്ക്, അങ്ങനെയാണ് കണക്ക്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഉദാഹരണം പറയാം. അള്ളാഹിനെ സൂക്ഷിക്കാണ്. എൻ്റെ പുരയെന്ന് അങ്ങനെ ഒരു വില വെക്കൂല, എൻ്റെ മക്കൾ വില വെക്കൂല. ഈ ആഴ്ച എന്നോട് ഒരു വാപ്പ വന്ന് പറഞ്ഞിട്ടുണ്ട്, വാപ്പ ഒരു വഴിക്ക് വാപ്പ ഞാനും മക്കളെ കൂട്ടി ഒരു വഴിക്ക് പോവുകയാണെങ്കിൽ എൻ്റെ മൂത്തച്ചിയും എൻ്റെ കാക്കിയും പറയും, ഓൻ പള്ളി ആട്ടി കൊടുക്കാൻ പോകിയിരിക്കും. എൻ്റെ മകന് എറണാകുളത്ത് പഠിക്കാൻ പോയപ്പോൾ ഞാനും ഒപ്പം പോയി. അപ്പോൾ മൂത്തച്ചിയും കാക്കിയും എന്ത് പറഞ്ഞു? ഓൻ അവിടെ ഹോസ്റ്റലിലാക്കാൻ പോകുകയല്ല, ഓൻ അവിടെ പള്ളി ആട്ടി കൊടുക്കാൻ പോവുകയാണ്. അത് ശരിയാണ്. ഞാൻ ആദ്യം ഹോസ്റ്റലിൽ നോക്കണതിന് മുമ്പ് ആദ്യം പരിസരത്തുള്ള പള്ളിയെ നോക്കുക. അത് ശരിയാണ്. എന്നിട്ട് പള്ളിൻ്റെ പരിസരത്തുള്ള ഹോസ്റ്റലാണ് നോക്കുക. എന്നിട്ട് പറയും, മോനെ ഇതാണ് കേട്ടോ പള്ളി. അപ്പോൾ ബാപ്പ ഒരു സ്വാതന്ത്ര്യം കൊടുക്കണില്ല. അപ്പോൾ മക്കൾ തന്നെ പറഞ്ഞു തുടങ്ങി, ബാപ്പ നമുക്ക് സ്വാതന്ത്ര്യം തരുന്നില്ല, ഒരു മകൻ മിണ്ടണില്ല. അപ്പോൾ എന്താ പ്രശ്നം? കൗൺസിലർ പറഞ്ഞു, നിങ്ങൾ കുറച്ചൊക്കെ വിട്ടുകൊടുക്കണം. എന്താ വിട്ടുകൊടുക്കണം? ഓല് 2 മണിക്കും മൊബൈൽ നോക്കുകയാണെങ്കിൽ നോക്കിക്കോട്ടെ, വിട്ടുകൊടുക്കണം. അപ്പോൾ എന്തായി? വിട്ടുകൊടുത്താൽ എൻ്റെ ദീൻ പോയി. വിട്ടുകൊടുത്തിട്ടില്ലേ? എന്നാലും അവൻ്റെ വിട്ടുകൊടുത്താൽ എൻ്റെ ദീൻ പോയി, അവരുടെ ദീൻ ഏതായാലും പോയി. വിട്ടുകൊടുത്തിട്ടില്ലെങ്കിലോ എൻ്റെ വീട് പോയി. പിന്നെ കാലക്രമേണ ജാപ്പൊരിന്ന് ഇറങ്ങിപ്പോണ്ടി വരും. എന്തുകൊണ്ട്? 2 ദിവസം 3 ദിവസം കുട്ടികൾ പറയും, 4-ാം ദിവസം പെണ്ണുങ്ങൾ പറയും, കൂടിയ കാലല്ലേ, നിങ്ങൾക്കൊന്നാണ് രേഷൻ അടിച്ചാക്കി കൂടെ, നിങ്ങളിങ്ങനെ ഇരുമ്പലൊക്കെ മാതിരി നിൽക്കണോ? കുട്ടികളെ പറയിപ്പിച്ചുകൊണ്ട് ബേഡങ്ങാറാക്കിയ മനുഷ്യന് സുഖം തരുന്നില്ല. പിന്നെ മെല്ലെ അങ്ങനെ ഒരാൾ എന്നോട് പറഞ്ഞു, എൻ്റെ പെണ്ണുങ്ങൾ ഇന്നെ തലയിൽ വെച്ച് കൊണ്ടിറക്കിയിരുന്നു, പിന്നെ ഓള് തോളിക്കിറക്കി വെച്ചു, പിന്നെ ഒക്കത്ത് കുറേ കാലം കെട്ടി, ഇപ്പോൾ ഏതായാലും നിലത്ത് വെച്ചിട്ടുണ്ട്. കാരണം കുട്ടികളൊക്കെ വലിയതായി. ഇപ്പം ഞാൻ ഭൂമിയില്ല. അത് നന്നായി, എനിക്ക് ഭൂമി കാണാനായല്ലോ. ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ പിന്നെ ഓളെ തലയിൽ നിർത്താണ് എന്നെ കബറ് കിറക്കേണ്ടി വരും. കുട്ടികൾ വലിയതായപ്പോൾ ഓളാദ്യം എന്നെ ഏറ്റുകൊണ്ടിറക്കും. ഇപ്പം കുട്ടികളൊക്കെ വലിയതായപ്പോൾ കുട്ടികളാണ് ഓളെ തലയിൽ, ഇന്നെ പിടിച്ചെടുത്താണ് ഓള് താഴത്ത് കിറക്കി വെച്ചു. അപ്പോൾ പണച്ചോനെ സൂക്ഷിക്കുന്ന അവസ്ഥയാണ് നിനക്കുള്ളത് എങ്കിൽ നിന്റെ വീട്ടിലും നിനക്ക് അപകടമായിരിക്കും, മഹല്ലിൽ അപകടമായിരിക്കും, ജമാഅത്തിന് പോലെ പള്ളിയിൽ അപകടമായിരിക്കും. ഇന്ത്യ അങ്ങനെ തന്നെയല്ലേ? വേറെ എവിടെ അപകടമായിരിക്കും, എല്ലായിടത്തും അപകടമായിരിക്കും.
ഒരു പോലീസ് സ്റ്റേഷനാണെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിലേക്ക് അവഗണനയായിരിക്കും, ഒരു ഓഫീസിലാണെങ്കിൽ ഓഫീസിൽ അവഗണനയായിരിക്കും. ഇതൊക്കെ സഹിക്കണം. അതേ സമയത്ത് കള്ളനാണെങ്കിൽ ഇവിടെയൊക്കെ പരിഗണനയായിരിക്കും. കള്ളനായാൽ മതി, എല്ലായിടത്തും പരിഗണിക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഉറക്കെ പറ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ നമ്മൾ ഇവിടെ ചിന്തിക്കുക കുട്ടികളെ, എന്താ ആ അവഗണന പരിഗണന, എല്ലായിടത്തും അവഗണനയാ. ആയിക്കോട്ടെ ആയിക്കോട്ടെടോ, അതിലെന്തിനാ ചോദിച്ചാറാണ്? ചില വിഷയങ്ങൾ പറഞ്ഞാൽ ആളുകൾ പറയും പറയേണ്ടതല്ലേ, അത് കിതാബിലില്ലേ, ഉണ്ട്. ചെന്നത്തെ കാലത്ത് പറയാൻ പറ്റൂല. അപ്പൊ കാലത്തിനനുസരിച്ച് നമ്മൾ പുതിയ നബിനെ ഇറക്കണം. കാലത്തിനനുസരിച്ച് ഒരു പുതിയ നബിനെ നമ്മൾ ഇറക്കിക്കൊണ്ടുവരണം. അതൊന്നും ഇന്നത്തെ കാലത്ത് പറയാൻ പറ്റില്ല, കാലം മാറിയില്ലേ. ആയിക്കോട്ടെ, പണ്ടത്തെ കാലത്തെ കറാമത്തൊന്നും ഇനി പറയാൻ പറ്റൂല. അതെ, നമ്മൾ കറാമത്തോടെ കെട്ടട നമുക്ക് മൊയ്സത്ത് പറയാൻ പറ്റും. എന്താ മൊയ്സത്ത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്തു? മക്കയിൽ നിന്ന് നേരെ സിദ്റത്തുൽ മുൻതഹാന്റെ അപ്പുറത്തേക്ക് പോയി. ഇങ്ങോട്ട് വന്നു, തിരിച്ചു വന്നു. ഒരു രാത്രി അല്പം പോയിട്ട് പിന്നെ 40 ദിവസം കാണാതായിട്ടില്ല. എന്നിട്ട് ആ രാത്രി തന്നെ ആ വിരിപ്പിന്റെ ചൂടാറിന് മുമ്പ് തിരിച്ച് എത്തി. എങ്ങനെ പോയി? ബി ജസദിഹി. ഇതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. ബി റൂഹിഹി. ഇതാണ് വഹാബിയത്തിന്റെ വിശ്വാസം. വഹാബികളുടെ വിശ്വാസം നബി മിഅ്റാജിൽ പോയി. ബി റൂഹിഹി. എന്തുകൊണ്ട് പോയി? റൂഹ് കൊണ്ട് പോയി. അങ്ങനെയാണ് പോയി. ആ മാനക്ക സ്വപ്നം കണ്ടു. അങ്ങനെയാണ് പോയി. നബി ഇവിടെ കടന്നു. സുന്നികളോ ബിജസദിഹി. ബിജസദിഹി. തടി കൊണ്ട് തന്നെയാണ് പോയി. തടി കൊണ്ട് പോയി ബൈത്തുൽ മുഖദ്ദസ് പോയി. അവിടുന്ന് പോയി 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 അങ്ങനെ പോയി. ഒരു കൂട്ടരെ പകുതി മുക്കാല് വഹാബിയും കാല് സുന്നിയവര് പറയും തടി കൊണ്ട് ബൈത്തുൽ മുഖദ്ദസ് വരെ പോയി. അവിടുന്ന് പിന്നെ റൂഹിനോണ്ട് പോയി. അല്ലാതെ ഫുള്ള് തന്നെ റൂഹല്ല. സുന്നികൾ എന്ത് പറയും? പണ്ടത്തെ സുന്നിയുടെ ഒപ്പത്തെ പറയാൻ പറ്റൂല. പണ്ടത്തെ സുന്നികൾ എന്ത് പറയും? ഒറ്റ പോകടോ. എന്തുകൊണ്ട് പോയി? ബിജസദിഹി. തടി കൊണ്ട് തന്നെ സിദ്റത്തുൽ മുൻതഹാന്റെ അപ്പുറം പോയി തിരിച്ചു വന്നു. എല്ലാം വന്നു, അവിടെ പോയി വന്നു. ഫനാജാ റബ്ബഹു. റബ്ബിനോട് മുനാജാത്ത് ചെയ്ത് വന്നു. മുഹമ്മദ് മുസ്തഫ. ഇതിപ്പോ മനുഷ്യന്മാരോട് പറയാൻ പറ്റുമോ? കാലം മാറിയില്ലേ? കാലം മാറിയില്ലേ? കാലം മാറിയാലോ. ബാക്കിയൊക്കെ അവിടെ കട്ടെ. നമ്മൾ CM-ന്റെയും അമ്പർത്തങ്ങളെയും കറാമത്തോടെ നിർത്തിക്കട്ടെ. ഇത് പറയാം. ഇതിപ്പോ പരസ്യമായിട്ട് വെച്ച് പറയാൻ ധൈര്യമുള്ളവനാരാ? അതും നമ്മൾ വെട്ടേണ്ടി വരും. അപ്പൊ നമ്മൾ ഖുർആന് ഒരു പുതിയ വ്യാഖ്യാനം, അതിനനുസരിച്ചാണ് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളതും. ഖുർആൻ ഇവർക്കൊക്കെ ഒപ്പിച്ചിട്ടാണ് കളിക്കണത്. ആ അവർക്കും തെളിവുണ്ട്, നമുക്കും തെളിവുണ്ട്. ആ ഖുർആനിൽ അവർക്ക് തെളിവുണ്ടല്ലോ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. ഇസ്രായേൽ പറഞ്ഞുള്ളൂ, മിഅ്റാജ് പറഞ്ഞില്ല. ഇസ്രായേലേ പറഞ്ഞുള്ളൂ. എന്താ ഇസ്രായേൽ ഇവിടുന്ന് അങ്ങോട്ട് പോവുക ബൈത്തുൽ മുഖദ്ദസിലേക്ക്? മിഅ്റാജ് പറഞ്ഞില്ലേ? അപ്പോൾ വകുപ്പുണ്ട്. ഇതെന്താ എങ്ങനെയാക്കിയത്? അതൊരു പരീക്ഷണം. വല്ലദീ അൻസലൽ കിതാബ ഫീഹി ആയാത്ത്. എങ്ങനെ ആയത്ത്? ഫീഹി ആയാത്തും മുഹക്കമാത്തും ഹുന്ന ഉമ്മുൽ കിതാബി വ ഉഖറു മുതശാബിഹാത്ത്. فأما الذين في قلوبهم زيغ فيتبعون ما تشابه منه ابتغاء الفتنة وابتغاء تأويله وما يعلم تأويله إلا الله. ഏതാണ് സൂറത്ത്? ആലി ഇമ്രാനിലുണ്ട്. എന്ത്? ഖുർആനിൽ വ്യക്തമായി ഉത്തരം കിട്ടുന്നുണ്ട്, അങ്ങനെ കിട്ടാത്തതുണ്ട്. അല്ലേ? അങ്ങനെ ഉണ്ട്. അതിൽ പരീക്ഷനാണ്. ഹൃദയത്തിൽ വക്രതയുള്ള ആളുകൾ, ഹൃദയത്തിൽ വളവുള്ള ആളുകൾ, ഖുർആനിൽ പെട്ടെന്ന് ഉത്തരം കിട്ടാത്തതിന്റെ പിന്നാലെ നടക്കും. ഇബ്തിഗാഉൽ ഫിത്ന, ജനങ്ങളിൽ ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടി. അതിന് പുതിയ ഒരു തെളിവിൽ കൊടുക്കാൻ വേണ്ടിയും
ഓല് എങ്ങനെ പറയും? അങ്ങനെ പറയും. എന്റെ ഇസ്രാവ് പറഞ്ഞിട്ടില്ല, മേറാജ് പറഞ്ഞ പണിയുണ്ട്, ഇസ്രാവ് പറഞ്ഞ പണിയില്ല. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. അപ്പൊ ഇതൊക്കെ പറയുന്ന പഴയ കാലത്തെ ആള് ഇന്ന് അവഗണിക്കപ്പെടും. വേണ്ട 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 വേണ്ട, ആ പറ്റില്ല. ചിന്തിക്ക്, അവനായിട്ട് ബന്ധം നടക്കൽ പോലുള്ളൂ സുന്നി തന്നെ. പക്ഷെ മൂപ്പരായിട്ട് ബന്ധം നടക്കുകയാണെങ്കിൽ പിന്നെ നമ്മളില്ല. ഓ ആയിക്കോട്ടെ. അങ്ങനെയും ഒരനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. കുട്ടീനെ നമുക്ക് പറ്റിയ ഉസ്താദേ, നിങ്ങളോട് വിരോധമല്ല, പക്ഷേ നമ്മളെ ചില ബന്ധുക്കൾ പറഞ്ഞു, നിങ്ങൾ കാസിമിയായിട്ട് ബന്ധം നടക്കുകയാണെങ്കിൽ പിന്നെ നമ്മളെ ബന്ധമൊക്കെ നമുക്കൊന്ന് പുനഃപരിശോധിക്കണം. ആയിക്കോട്ടെ, കുഴപ്പമില്ല, ആയിക്കോട്ടെ. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കാസിമിക്ക് എന്താ കുഴപ്പം? മൂപ്പർക്ക് വല്ല പുണ്ണുണ്ടോ? ആളുകൾ അടുത്ത് വന്നാൽ എന്നെ പുണ്ണ് പകരുന്ന പുണ്ണ് മൂപ്പർക്കുണ്ടോ? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വേറെന്തുണ്ട്? ഇല്ല, നമുക്ക് പിന്നെ പരിശോധിക്കണം. അതേ സമയത്ത് വഹാബിയായിട്ട് ബന്ധം നടക്കാൻ ഒരു പ്രശ്നമില്ല. വെരി ഗ്ലാഡ് ടു മീറ്റ് യു. ഇതൊക്കെ തലകൂർത്തി. അപ്പം നമുക്ക് അവഗണന ഉണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും. ഇതൊക്കെ ഒന്നുമല്ല.